JRCM. എന്റെ ഫോണും വോയിസും കറക്റ്റ് ആണോ? യെസ് മാഡം. കറക്റ്റ് അല്ലേ? ഓക്കെ. യെസ്. ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ പേരെല്ലാം പറഞ്ഞ് രേഷ്മ മേഡം പരിചയപ്പെടുത്തിയെങ്കിലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. എൻ്റെ പേര് ജെമിനി കൊടുങ്ങല്ലൂരാണ്. എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് സിജിത മേഡവും ബിനീഷ് സാറുമാണ്. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പല ഗ്രേറ്റ് ലീഡേഴ്സും ഉണ്ട്. ഞാൻ ഇതിൽ അകത്ത് വന്നതിന് ശേഷം, അതായത് RCMലേക്ക് വന്നതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ലീഡേഴ്സിനെയും, മെന്ററായ സുരേന്ദ്രൻ സാറിനെ എല്ലാവരെയും നമിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ വിജയകിരണം എന്ന ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാമിന് സൂമിലേക്ക് വരുന്നത്. ഞാൻ അധികം നാളൊന്നും ആയിട്ടില്ല ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട്. 1 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കടന്നു വന്നിട്ട്. 6 മാസം ഞാൻ ഇതിനെ സീരിയസ് ആയി എടുത്തിട്ടില്ല. മേഡം കേൾക്കാൻ പറ്റുന്നുണ്ടോ? മേഡത്തിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വെളിച്ചം വരുന്നുണ്ട്. അത് ജനലിൽ നിന്ന് വരുന്നതാണോ അതെ മറ്റേ ലൈറ്റ് ആണോ? അവിടെ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഉണ്ട്. അത് ഓഫ് ചെയ്താൽ ചിലപ്പോൾ ഇരുട്ടാവും. ഓക്കെ ഓക്കെ. നോ കണ്ടിന്യൂ. സോറി ഫോർ ഇന്ററപ്ഷൻ. നോ പ്രോബ്ലം. 1 വർഷമായെങ്കിലും 6 മാസം ഞാൻ RCMനെ എന്താണെന്ന് പോലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. യാദൃശ്യമായി പ്രോഡക്റ്റ് വാങ്ങിച്ചു, കഴിച്ചു, അതിൻ്റെതായ രീതിയിൽ വിട്ടു. 6 മാസം ആ പ്രോഡക്റ്റിന്റെ ഗുണം കൊണ്ടാണോ RCM പ്രസ്ഥാനത്തിന്റെ നന്മ കൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ മനസ്സ് മെല്ലെ മെല്ലെ RCM എന്ന പ്രസ്ഥാനത്തിനെ സ്നേഹിക്കാൻ തുടങ്ങി. ആ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ RCMനെ പഠിക്കാൻ തുടങ്ങി. സത്യം പറയുകയാണെങ്കിൽ ഈ RCM പ്രസ്ഥാനത്തില് 1 വയസ്സായ ഒരു കുട്ടി എങ്ങനെയാണോ പിച്ച വെച്ച് നടക്കുന്നത്, അതേ ഒരു നിലവാരം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഈ പ്രസ്ഥാനത്തിലെ പിച്ച വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി മാത്രമാണ്. എങ്കിലും എനിക്കിങ്ങനെ ഒരു അവസരം ഈ ഒരു സൂം മീറ്റിംഗിൽ എൻ്റെ അറിവുകൾ പകർന്നു തരാൻ ധൈര്യം കാണിച്ച എൻ്റെ ലീഡേഴ്സിനോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ വിഷയം ഇന്ന് എനിക്ക് പറയാനുള്ളത് RCMന്റെ അവസരങ്ങളും, അല്ലെ RCMൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളും RCMന്റെ ലക്ഷ്യങ്ങളുമാണ്. RCM എന്ത് അവസരങ്ങളാണ് നമുക്ക് തരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു വാക്കുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയില്ല. ഈ വിഷയവും ഒരു 40 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർക്കാവുന്ന ഒരു വിഷയവുമല്ല. കാരണം അത്രയ്ക്ക് വ്യാപ്തമായ ഒരു വിഷയം തന്നെയാണ് നമുക്ക് കിട്ടുന്ന അവസരങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് പറയാനുള്ളത്. എങ്കിലും എൻ്റെ ഈ ചെറിയ ഒരു അറിവ് വെച്ച് ഈ കുറഞ്ഞൊരു സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിവ് പകർന്നു തരാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു പരിപാടിയുടെ പേര് തന്നെ വിജയകിരണം എന്നാണ്. അതായത് വിജയത്തിന്റെ രശ്മികൾ നമ്മളുടെ തലച്ചോറിലേക്ക് പുലർക്കാലെ തന്നെ തരുന്ന ഒരു സെഷനാണ് വിജയകിരണം എന്ന് പറയുന്നത്. എൻ്റെ ഈ സെഷൻ കേട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കിരണം നിങ്ങളുടെയൊക്കെ ബ്രെയിനിൽ വന്ന് തട്ടുമെങ്കിൽ ഞാൻ അതിൽ ധന്യയാണ്. എങ്ങനെയാണ് നമുക്ക് അവസരങ്ങൾ തരുന്നത്? നമ്മൾ എങ്ങനെയാണ് RCMലേക്ക് ആദ്യം വരുന്നത്? ഈ ഇരിക്കുന്നവരിൽ, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ 90% പേരും RCMലേക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ പലവട്ടം ചിന്തിച്ച് ഇഷ്ടമില്ലാതെയും മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടും മറ്റുള്ളവർക്ക് വേണ്ടിയും വന്നിട്ടുള്ളവരാണ്. അവരെല്ലാം ആദ്യം തന്നെ ഉപയോഗിക്കുന്നത് RCMന്റെ പ്രോഡക്റ്റ് ആണ്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചേരും, നമ്മളത് കഴിക്കുന്നു, നമുക്കത് ഇഷ്ടപ്പെടുന്നു, നമ്മൾക്കതിൻ്റെ ഗുണം മനസ്സിലാക്കുന്നു. അങ്ങനെ RCM എന്ന പ്രോഡക്റ്റ് നമ്മളുടെ ശരീരത്തിലേക്ക് ഗുണം ചെയ്യുമ്പോൾ അത് മനസ്സിലേക്കും അത് പടർന്നു കയറും. കാരണം RCMന്റെ ഒരു അവസരം എന്ന് പറയുന്നത് തന്നെ ഹെൽത്ത് ആൻഡ് ക്വാളിറ്റി ഗുഡാണ്. നമ്മളിൽ ആദ്യം വരുന്നത് ക്വാളിറ്റി ഗുഡാണ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത്. അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹെൽത്താണ്. അപ്പൊ ആദ്യമായി ഒരു മനുഷ്യന് കിട്ടുന്ന, RCMൽ കിട്ടുന്ന ഫസ്റ്റ് ചാൻസ് അവരുടെ ശരീരത്തിനെ ആരോഗ്യവാന്മാരാക്കുക, അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് ഈ ഭൂമിയിലുണ്ട്, ഈ മാർക്കറ്റിലുണ്ട്, അത് നിങ്ങൾ കഴിക്കൂ, നിങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും എന്നുള്ളൊരു സന്ദേശവുമായിട്ടാണ് RCM നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നമ്മളത് കഴിക്കുന്നു, നമുക്കത് ഗുണം കിട്ടുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ഫാമിലിക്ക് അത് ഷെയർ ചെയ്യും. എനിക്ക് ആരോഗ്യം കിട്ടുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് ഫാമിലിയിൽ മറ്റുള്ള മെമ്പേഴ്സിന് കൊടുക്കുന്നു, അവർക്ക് ആരോഗ്യം കിട്ടുന്നു, നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവുന്നു. നമുക്ക് മാത്രം ആരോഗ്യം മതിയോ? പോരാ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫ്രണ്ട് സർക്കിളിന് അത് പറഞ്ഞ് മനസ്സിലാക്കി അത് കൊടുക്കാൻ നമ്മൾ
നിർബന്ധിതരാകുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരെയും കൂടെ ആരോഗ്യവാന്മാരാക്കണം എന്നുള്ള RCMന്റെ പോളിസി ഉത്തരവാദിത്തം നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, അന്ന് വരെ ഉണ്ടായിരുന്ന നമ്മളുടെ ജീവിത ബഡ്ജറ്റ് മാറുകയാണ്. കാരണം RCM പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു പറയുമ്പോൾ അന്ന് വരെ ഉപയോഗിക്കാത്ത ന്യൂട്രീഷൻ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, നമ്മളുടെ ബഡ്ജറ്റ് കൂടുന്നു, നമുക്ക് സോഴ്സ് വേണം, ഇൻകം സോഴ്സ് വേണം. ഇൻകം സോഴ്സ് വന്നെങ്കിൽ മാത്രമേ, പണം ഉണ്ടെങ്കിൽ മാത്രമേ, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലെ ഏതൊരു ആഗ്രഹവും നടക്കുകയുള്ളൂ. സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം പോലും നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ പണം വളരെ അത്യാവശ്യമാണ്. അതിനും RCM നമ്മളുടെ മുന്നിൽ പറയുകയാണ്, ഈ RCM പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കാർഡ് കിട്ടും. ആ ഡിസ്കൗണ്ട് കാർഡിലൂടെ നിങ്ങളുടെ ഫാമിലി ബഡ്ജറ്റിലെ മറ്റൊരു ഷോപ്പിൽ നിന്ന് ഈ ഷോപ്പിലേക്ക് നമ്മൾ കച്ചവടം മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയൊക്കെ പൈസ ലാഭം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അഡീഷണൽ വാങ്ങിക്കുന്ന ന്യൂട്രീഷൻ ചാർജുകളോ അല്ലെങ്കിൽ മറ്റുള്ള വൈറ്റമിൻസിനോ ഒന്നും നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഫാമിലി ബഡ്ജറ്റിൽ ഒരു വ്യത്യാസവും വരില്ല എന്ന് നമ്മളെ ലീഡേഴ്സ് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അതോടുകൂടി നമുക്ക് കോൺഷ്യസ് ആയി, ശരിയാണ്, എന്റെ ഫാമിലി ബഡ്ജറ്റ് കൂടുന്നില്ല, അതേസമയം വളരെയധികം നല്ല നിലവാരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് കിട്ടുകയാണ്. അതുകൂടാതെ നമുക്ക് ഈ ഡിസ്കൗണ്ട് കാർഡിൽ അല്ലെങ്കിൽ ID എടുക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നു. അപ്പൊ അവർക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് മണി ഇൻകം കൂടെ കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് സെയിൽ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ സെയിൽ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവുന്നു, അവരെയും കൂടെ നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലേറെ ലാഭങ്ങളുണ്ട്. അപ്പൊ ഞാനിത് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇതിന്റെ പ്ലാനിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, വളരെ ഷോർട്ടായിട്ടേ പറയുന്നുള്ളൂ. നിങ്ങൾക്കറിയാം അതിന് ഒരുപാട് സമയം വേണം പ്ലാനിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ. ഞാൻ ഇത്രയേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് എങ്ങനെ തരുന്നു, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാനുള്ള ഒരു അവസരം RCMലുണ്ട്. അപ്പൊ സെക്കൻഡ് ചാൻസ് എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഹെൽത്ത് കിട്ടി, ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് കിട്ടി, സെക്കൻഡ് നമുക്ക് എന്ത് കിട്ടി? ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടി. ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അതിനുള്ള ഒരു കഴിവ് വേണ്ടേ, അറിവ് വേണ്ടേ? അതെവിടെന്നാ കിട്ടുക? വെറുതെ ഒരു ചെന്ന് കഴിഞ്ഞ് നമ്മളൊരു കസ്റ്റമറോട് പറഞ്ഞു കഴിഞ്ഞാലൊന്നും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കൊന്നുമില്ല. പിന്നെ ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റും ട്രഡീഷണൽ മാർക്കറ്റിംഗും വളരെ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ 20 വർഷമായിട്ട് ട്രഡീഷണൽ ബിസിനസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. കൊടുങ്ങല്ലൂർ ശിവാങ്കി എന്ന് പറഞ്ഞ റെഡിമെയ്ഡ് ഷോപ്പ് ഞാൻ നടത്തിയ ആളാണ്. ആ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റവും ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിംഗ് സിസ്റ്റം എൻ്റയർലി ഡിഫറെന്റ് ആണ്. വളരെ ഡിഫറെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ കസ്റ്റമർ നമ്മളെ അന്വേഷിച്ച് വരും. ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗിൽ നമ്മൾ കസ്റ്റമറുടെ അടുത്തേക്ക് പോകണം. കസ്റ്റമറുടെ അടുത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള നല്ല അറിവ് വേണം, അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. ആ അറിവ് എവിടെന്നാണ് നമുക്ക് കിട്ടുന്നത്? അവിടെയാണ് RCMന്റെ പ്ലാറ്റ്ഫോം നമുക്ക് വളരെയധികം ഉപയോഗപ്രദമാകുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, രാജൻ സാറിന്റെ ഒക്കെ ക്ലാസ് കേൾക്കുമ്പോൾ MBBSന് പോയി പഠിച്ചിറങ്ങുന്ന ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ അറിവാണ് നമുക്ക് RCMലൂടെ നമുക്ക് ആരോഗ്യപരമായ പല ക്ലാസ്സുകളിലും രാജൻ സാർ തരാറുള്ളത്. തലമുടി തൊട്ട് നഖം വരെ ആന്തരികാവയവങ്ങളെ കുറിച്ചെല്ലാം പടം വരച്ച് കീറി മുറിച്ച് ഏതൊക്കെ അവയവങ്ങൾക്ക് എന്തൊക്കെ പ്രോട്ടീൻ വേണം, എന്തൊക്കെ വിറ്റാമിൻ വേണം, അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കോശങ്ങളുടെ ശക്തിയെ കുറിച്ച്, തൊലിയെ കുറിച്ച്, എല്ലാ അവയവങ്ങളെ കുറിച്ചിട്ടും എന്ത് വേണം, എന്ത് കൊടുക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഒരു ജീവിതത്തിൽ എന്തൊക്കെ പാലിക്കണം എന്നെല്ലാം കൃത്യമായി നമുക്ക് ക്ലാസ് എടുത്താറുണ്ട്. ആ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം, എല്ലാം ഫ്രീ ആയിട്ടാണ് നമുക്ക് ക്ലാസ് കിട്ടുന്നത്. അതിന് സ്പെഷ്യലായിട്ട് ഒരു ഫീസും വാങ്ങിക്കാറില്ല. 10 മണിക്ക് ക്ലാസ്, 10:30ക്ക് ക്ലാസ് തുടങ്ങുന്നു എന്ന് പറയുന്നു, ഹാളിൽ ചെന്നിരിക്കുന്നു, 2.5-3 മണിക്കൂർ നമ്മൾ ക്ലാസ് കേൾക്കുന്നു, അറിവ് സമ്പാദിക്കുന്നു, ഉച്ചക്കലത്തെ ഫുഡും കഴിച്ച് നമുക്ക് വീട്ടിലേക്ക് പോരാം. ഒരു ഫീസും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ അറിവുകൾ ഇങ്ങനെ പകർന്നു തരുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് ആണ് നമ്മളുടെ ഗ്രൂപ്പിലുള്ളത്. ആ അറിവുകളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ പിന്നീട് കിട്ടുന്നത് നമ്മളുടെ ബിസിനസ് പ്ലാനിനെ കുറിച്ചിട്ടാണ്. ആ ബിസിനസ് പ്ലാനിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ കേട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യണം, അവരോട് എങ്ങനെ സംസാരിക്കണം, നമുക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ, നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അപ്ലൈൻ ഡീലേഴ്സിനെ കൊണ്ടുവരാം, അവരുടെ ഹെൽപ്പ് നമുക്ക് കിട്ടുന്നു, അവരായിട്ട് നമ്മൾ പോകുന്നു, ചർച്ചകൾ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അറിവുകളുടെ ലോകത്തിലേക്ക്, ബിസിനസിന്റെ ലോകത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ വ്യക്തിത്വം അവിടെ വികസിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല നമ്മൾ ആരായി മാറുന്നു എന്നുള്ളത്. ഇതും ഈ ഒരു RCMന്റെ
അവസരങ്ങളിലൊന്നാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതായത് വ്യക്തിത്വ വികസനം. അതിന് വേദിയൊരുക്കുന്നത് അറിവുകളാണ്, അവിടെ തരുന്ന അവസരങ്ങളാണ്. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്റ്റേജിൽ മൈക്ക് പിടിക്കാൻ അറിയില്ലായിരുന്നു, സംസാരിക്കാൻ അറിയില്ലായിരുന്നു, മറ്റുള്ളവരെ ഡീൽ ചെയ്യാൻ അറിയില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അങ്ങനെയേ അല്ല, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന്. ഈ മാറ്റങ്ങൾക്ക് കാരണം എന്താണ്? RCM പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന അറിവുകളും അവരുടെ സപ്പോർട്ടും. ഏത് അവസരങ്ങളിലും അല്ലെങ്കിൽ ഏത് സ്റ്റേജുകളിലും ഏത് വേദികളിൽ കയറി എന്ത് തെറ്റ് പറഞ്ഞാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അതെല്ലാം പോസിറ്റീവായി കണ്ടുകൊണ്ട് നമ്മളെ അങ്ങ് ഉയർത്തുകയാണ്. ഒരു വ്യക്തിത്വ വികസനത്തിന് ഇത്രയ്ക്കും നല്ലൊരു പ്ലാറ്റ്ഫോം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അത്രയ്ക്കേറെ അവസരമാണ് വ്യക്തിത്വ വികസനം എന്നുള്ള രീതിയിൽ നമുക്ക് തരുന്നത്. അപ്പൊ നമ്മുടെ ആരോഗ്യം വന്നു, നമ്മുടെ ഹെൽത്ത് ക്ലിയർ ആയതോട് കൂടിയിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു മനോഭാവം വന്നു. ബിസിനസ് ചെയ്യാൻ പഠിക്കുന്നതോടൊപ്പം നമ്മളല്ലാതെ നമ്മുടെ പേഴ്സണാലിറ്റി അങ്ങ് ഡെവലപ്പ് ചെയ്ത് വന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? പിന്നെ ബിസിനസ് പ്ലാന്റെ 21 സ്റ്റെപ്പുകളിലേക്കുള്ള പടികൾ ഇങ്ങനെ ഒന്നൊന്നായി കയറാനുള്ള ഒരു ഊർജം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ കയറി കഴിയുമ്പോഴാണ് നമ്മൾ മറ്റൊരു സത്യം മനസ്സിലാവുന്നത്. നമ്മളിലെ ഈ ബിസിനസ് നമ്മളോട് കൂടി നശിച്ചു പോകുന്നില്ല, നമ്മൾ അടുത്ത തലമുറയ്ക്ക് വരെ അത് കൈമാറി കൊടുക്കാനുള്ള ഒരു അവസരം പോലും ഈ RCMലുണ്ട്. അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കുക മാത്രമല്ല, നമ്മളുടെ ഫാമിലിക്ക് ഒരു സെക്യൂരിറ്റി സിസ്റ്റം പോലും ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതും നമുക്ക് തരുന്ന ഒരു അവസരമല്ലേ? നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ സെക്യൂരിറ്റി ആക്കാനുള്ള ഒരു അവസരം നമുക്ക് RCM തരുന്നില്ലേ? ഇതെല്ലാം പറയുമ്പോൾ, ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ, ഏത് ബിസിനസ്സാണ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് നടത്താൻ കഴിയുക? ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്കൊരു ബിസിനസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ടീം ബിൽഡപ്പ് എന്ന് പറയുന്ന ഒരു സെഷനിലൂടെ ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾക്ക് കോടീശ്വരന്മാരാകാനുള്ള ഒരു അവസരം RCM നമുക്ക് തരികയാണ്. ഏറ്റവും ഉയർന്ന പോസ്റ്റിലെത്തുമ്പോഴേക്കും നമ്മൾ ഏകദേശം 50 ലക്ഷത്തോളം വരുമാനം കിട്ടുമെന്നാണ് സെഷന്റെ കണക്ക്. നമ്മുടെ ലീഡേഴ്സ് തന്നെ മാസങ്ങളിൽ ലക്ഷങ്ങളോളം വാങ്ങിക്കുന്നത് നമ്മുടെ നേർക്കാഴ്ചയാണ് അല്ലെ? നമ്മളുടെ മുന്നിൽ വന്നു നിന്ന് അവർ നമ്മളോട് പറയുകയാണ്, എനിക്ക് ഈ മാസം ഇത്ര ലക്ഷം രൂപ കിട്ടി. അതൊന്നും കളവല്ല, നേർക്കാഴ്ചയാണ്, സത്യങ്ങളാണ് പറയുന്നത്. ആ സത്യങ്ങൾ അവർ വിളിച്ചു പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്കും അങ്ങനെ ഒരു അവസരമുണ്ട്, നിങ്ങൾ അത് ഉപയോഗിക്കൂ, നിങ്ങൾ അത് നേടാൻ ശ്രമിക്കൂ എന്നാണ് നമ്മളോട് ലീഡേഴ്സ് പറയുന്നത്. ഇത് എല്ലാം തന്നെ RCM നമുക്ക് തരുന്ന അവസരങ്ങളാണ്. ഇത്രയ്ക്കേറെ അവസരങ്ങൾ തരുന്ന ഒരു ബിസിനസ് മേഖല അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം, ഒരു സംഘടന എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഈ സമയത്ത് എനിക്ക് TCGയെ കുറിച്ച് പറയാതെ ഇനി മുന്നോട്ട് പോകാനേ എനിക്ക് കഴിയില്ല. TCG എന്നൊരു മഹാവ്യക്തിയെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളൊരു കാര്യമുണ്ട്. നമ്മളോട് എപ്പോഴും പറയാറുണ്ട്, സ്വപ്നങ്ങൾ കാണണം, ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണണം. ചില മഹാന്മാര് അവരുടെ ജീവിതത്തിന്റെ പുലർക്കാല വേളയിൽ ഉറങ്ങാതിരുന്ന് അവർ സ്വപ്നം കാണും. ആ സ്വപ്നവുമായി അവർ തെരുവിലേക്ക് ഇറങ്ങും. ആ തെരുവിലേക്ക് അവരുടെ യാത്രയിൽ അവരോടൊപ്പം ഒരു പറ്റം അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾ അവരെ പുറകേ ഉണ്ടായിരിക്കും. ആ സ്വപ്ന സാഫല്യത്തിനായി ആ യാത്രയിൽ ഒരു സമൂഹമാണ് മാറ്റപ്പെടുന്നത്. ഒരു സമൂഹത്തിന്റെ ലക്ഷ്യമായി അത് മാറുന്നു. സമൂഹത്തിന്റെ ലക്ഷ്യം അവസാനം അതൊരു രാഷ്ട്രത്തിന്റെ മാറ്റത്തിനായിട്ടായിരിക്കും ആ സ്വപ്നങ്ങൾ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു സ്വപ്നമാണ് TCGയുടെ വ്യക്തിത്വ വികസനത്തിനോ TCGയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനും വേണ്ടിയിട്ടായിരുന്നില്ല ആ മഹാനുഭാവൻ സ്വപ്നം കണ്ടത്. ആ സ്വപ്നവുമായി അദ്ദേഹം തെരുവിലിറങ്ങിയപ്പോൾ പുറകെ ലക്ഷോപലക്ഷം ജനങ്ങൾ നിന്നുണ്ട്. അതിൽ ഒരു കണ്ണിയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി കൂടിയാണ് നമ്മൾ ഏവരും. എന്തിനു വേണ്ടിയിട്ടാണ്? TCGയുടെ സ്വപ്ന സാക്ഷാത്കാരം നമ്മളുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ്. അതൊരു രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ഒരു സ്വപ്നമായിരുന്നു. നമ്മളോടൊക്കെ ഒരു പ്രായത്ത് പലരും നമ്മളുടെ ആശയങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളെ തളർത്താൻ വേണ്ടി അവർ പറയും, ഒരു വ്യക്തി വിചാരിച്ചാൽ എന്താണ് ഈ ഭൂമിയിൽ സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്താണ് നടത്താൻ കഴിയുക, എന്ത് മാറ്റമാണ് നടത്താൻ കഴിയുക. പക്ഷെ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു, ഒരു വ്യക്തി കണ്ടൊരു സ്വപ്നമാണ് ഇന്ന് നമ്മൾ എല്ലാവരും ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നത്. അതും വളരെ നല്ല ഉദ്ദേശത്തോടെ ഒരു സമൂഹത്തിനെ മാറ്റാൻ, ഒരു രാജ്യത്തിനെ മാറ്റാൻ, നന്മയിലേക്ക് നയിക്കാൻ കണ്ട TCGയുടെ സ്വപ്നത്തിന്റെ മുന്നിൽ ഞാൻ നമിക്കുകയാണ്. അതിനുശേഷം ഇനി TCGയുടെ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ RCMന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് TCG സാറിന്റെ ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യം ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ആരോഗ്യമുള്ള ജനത, സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം, ശക്തമായ ഭാരതം.
ഇതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സ്വപ്നം അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിന് പല വിഭാഗങ്ങളാക്കി നമ്മൾ മാറ്റി തിരിച്ചിട്ടുണ്ട്. കാരണം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ പല ലക്ഷ്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം അത് തന്നെയാണ് ഒരു ലക്ഷ്യം. രണ്ടാമത് ഹെൽത്ത് അവയർനെസ്, ആരോഗ്യമുള്ള ജനത. അതിന് നമ്മൾക്ക് തന്നു കഴിഞ്ഞല്ലോ. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് എല്ലാം തന്ന് നമ്മളെ ഹെൽത്ത് ആക്കാനുള്ള എല്ലാ ഉപാധികളും RCM നമുക്ക് തരുന്നുണ്ട്. നമ്മളത് കഴിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി പറയാതെ പോയ ഒരു കാര്യം വിമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം. എന്തുകൊണ്ടാണ് സ്ത്രീ ശാക്തീകരണത്തിന് ഇത്രയ്ക്കധികം ഊന്നൽ നൽകിയതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മളുടെ രാജ്യം ദാരിദ്ര്യത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടത്തിലേക്ക് താഴോട്ടിറങ്ങിയപ്പോൾ വിദഗ്ധർ പലരും, അതിൽ TCG അടക്കം പലരും അത് എന്തുകൊണ്ടാണെന്നൊരു അവലോകനം നടത്തുകയുണ്ടായി. അന്നേരമാണ് മനസ്സിലാക്കുന്നത് വീടിന്റെ അടുക്കളയിൽ അകത്തളങ്ങളിൽ പെട്ടുപോയ സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവരണം. കാരണം സ്ത്രീ എന്ന് പറയുന്നത് വളരെയധികം കഴിവുകളുള്ളവരാണ്, മൾട്ടി ടാലന്റ് ഉള്ളവരാണ്. കാരണം അവർക്ക് ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങളും ഏകോപിച്ച് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ അമ്മയായും മകളായും ഭർത്താവായും ജോലിക്കാരിയായും എല്ലാം അവൾ വളരെയധികം തന്മയത്വത്തോടുകൂടി കഴിവോടുകൂടി അവൾ നയിക്കാറുണ്ട് ഒരു കുടുംബത്തിന്. ആ കുടുംബത്തിലെ ശക്തി ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയെ വളർത്തിക്കൊണ്ടുവന്നാൽ, ആ സ്ത്രീയെ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് കൊണ്ടുവന്നാൽ അവളുടെ പവർ ഈ രാഷ്ട്രത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിലാക്കി തീർത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു രാഷ്ട്ര വികസനം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും മനസ്സിലായി വന്നു തുടങ്ങി. അതിനുശേഷമാണ് സ്ത്രീ ശാക്തീകരണത്തിന് ഇത്രയ്ക്കേറെ ഊന്നൽ കൊടുത്തുകൊണ്ട് രാഷ്ട്രം പറയാൻ തുടങ്ങിയത്. പക്ഷെ ഞാനിവിടെ കാണുന്നത് നമ്മളുടെ മറ്റുള്ള ഏത് പ്രസ്ഥാനത്തിലും രാഷ്ട്രീയത്തിലായാലും മറ്റുള്ള ഏത് തലങ്ങളിലായാലും സ്ത്രീകൾക്ക് ഒരു പെർസെൻറ്റേജ് ഉണ്ട്. 35%, 20% സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഒരു ശതമാനം ഞാൻ കാണാറുണ്ട്. എങ്കിൽ RCM അങ്ങനെ ഒരു ശതമാനത്തിന്റെ കണക്കേ ഇല്ല. സ്ത്രീകൾക്ക് ഇത്ര ശതമാനം, ഇത്ര ലീഡർ ആവാൻ പറ്റുള്ളൂ, അവർ ഇന്ന പൊസിഷനിൽ വഹിക്കാൻ പാടുള്ളൂ, അങ്ങനെ യാതൊരു നിയമങ്ങളും ഇല്ലാതെ സ്ത്രീകൾക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യം തന്നുകൊണ്ട് അവരെ ഏതെല്ലാം രീതിയിൽ ഉയർത്താൻ കഴിയുന്നു, അവരുടെ എന്തൊക്കെ കഴിവുകളുണ്ടോ അതിനെ എല്ലാം മനസ്സിലാക്കി തട്ടി ഉണർത്തി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം RCM പോലെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, എല്ലാ ഫീൽഡിലും, ഏത് ബിസിനസ് ഫീൽഡിലായാലും ഏത് ഓഫീസിലായാലും എന്തിനായാലും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്ര പഠിപ്പ് വേണം, ഇത്ര ഡിഗ്രി വേണം, ഇങ്ങനെയെല്ലാം വേണം എന്നൊരു നിബന്ധനയുണ്ട്. പക്ഷെ RCM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ ക്വാളിഫിക്കേഷനേ ഇല്ല. എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും കിഴിക്കാനും ഒക്കെ അറിഞ്ഞാൽ മാത്രം മതി. അവന് കോടിപതിയാവാൻ അധികം സമയമൊന്നും വേണ്ട. ഞാനും ആലോചിക്കാറുണ്ട്, നമ്മൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 10 വർഷം നമ്മൾ കാലത്തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസ് ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളെല്ലാം 10 വർഷം പഠിച്ച് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാലും നമ്മൾക്ക് ജീവിതത്തിൽ അതെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്? ആരും ഉപയോഗിക്കാറില്ല. നമ്മൾ എന്താ ഭാഷ, മലയാളം അല്ലെങ്കിൽ മറ്റുള്ള ലാംഗ്വേജ് എഴുതാനും വായിക്കാനും പഠിക്കണം, കണക്ക് കൂട്ടാനും കിഴിക്കാനും ഹരിക്കാനും പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിന്റെ മുന്നോട്ട് പോകാം. 10 വർഷം അല്ലെങ്കിൽ 15 വർഷം 20 വർഷം എല്ലാം പഠിച്ച് പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ BBA MBA ഒക്കെ ഡിഗ്രി എടുത്ത് വരുന്ന അവരെക്കാൾ എത്രയോ മിടുക്കികളും മിടുക്കന്മാരുമാണ് RCM ബിസിനസ് ചെയ്യാൻ പഠിക്കുന്നത്, ഒരു ഫീസും ഇല്ലാതെ. ഇതെല്ലാം നമ്മളെ വ്യക്തിത്വ വികസനത്തിന്റെ ഏറ്റവും ഉന്നതിയിലെത്തി എന്ന് തന്നെ പറയാൻ പറ്റും. ഇപ്പോഴാണ് തോന്നുന്നത് എന്തിനാണ് നമ്മൾ ഇത്രയധികം ഡിഗ്രിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ പഠിച്ച് നമ്മളുടെ വർഷങ്ങളും സമയങ്ങളും നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി പോയി എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. RCM ഒരു 10 വർഷം മുമ്പ് ഞാൻ വന്നിരുന്നെങ്കിൽ എനിക്ക് എന്തുമാത്രം അറിവുകൾ കിട്ടിയേനെ, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പഠിക്കുമായിരുന്നു എന്ന് എനിക്ക് ഈ വൈകിയ വേളയിൽ എത്തിച്ചേർന്നതിന്റെ ഒരു വിഷമം കൂടെ എനിക്കുണ്ട്. അപ്പൊ നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ വിമൺ എംപവർമെന്റ് രാഷ്ട്ര നിർമ്മാണത്തിനും കുടുംബ ഭദ്രതയ്ക്കും വളരെ അത്യാവശ്യമായ രീതിയിൽ തന്നെ നമ്മളെ വാർത്തെടുത്തുകൊണ്ട് RCM നമ്മളെ ഒരു നാരീശക്തിയെ ഒരു
കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. അതിന്റെ ലക്ഷ്യവും TCGയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. പിന്നെ പുതിയ ഇന്ത്യയുടെ നിർമ്മാണം, നവഭാരതം, അത് RCMന്റെ ലക്ഷ്യമാണ്. തീർച്ചയായും നമ്മൾ ഈ വഴികളിലൂടെ എല്ലാം സഞ്ചരിക്കുമ്പോൾ ആരോഗ്യമുള്ള ജനതയായി മാറുന്നു. നമ്മൾ ഫ്രീഡം മണി അല്ലെങ്കിൽ ഫ്രീഡം ഇൻകം നമുക്ക് കിട്ടുന്നു. സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുന്നു. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ഓരോ കുടുംബങ്ങളും ശക്തമായ സാമ്പത്തിക ഭദ്രതയുള്ളതായി മാറുന്നു. ആരോഗ്യമുള്ള ജനതയായി മാറുന്നു. ഓരോ സമൂഹങ്ങളാണ് രാഷ്ട്രീയമായത്. ഓരോ കുടുംബം സമൂഹമാകുന്നു. പല കുടുംബങ്ങൾ ചേർന്നതാണല്ലോ ഒരു സമൂഹം. അങ്ങനെ ഓരോ വ്യക്തികളും ഓരോ കുടുംബത്തിന്റെ നേതൃത്വം വഹിക്കുന്നു. ആ കുടുംബത്തെ നമ്മൾ സ്ട്രെങ്ത് ആക്കുന്നു. കുടുംബങ്ങൾ ചേർന്ന് സമൂഹമാകുന്നു. സമൂഹം ചേർന്ന് ഒരു രാഷ്ട്രമാകുന്നു. ഇനി 147 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഈ 2026 15 കോടി ജനങ്ങളിലേക്കെങ്കിലും പുതുതായി ഈ ഒരു ആശയം എത്തിക്കണം എന്നുള്ളതാണ് 2026 RCMന്റെ ടാർഗറ്റ്. അങ്ങനെ ഒരു ടാർഗറ്റ് പൂർത്തീകരിച്ചുകൊണ്ട് ഈ വർഷം നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ വ്യക്തികളിലേക്കും അല്ലെങ്കിൽ എല്ലാ കുടുംബങ്ങളിലേക്കും ഈ ആശയവും ഈ അറിവും പകർന്നു കൊടുക്കാൻ നമ്മൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമ്മൾ പ്രോഗ്രാം തുടങ്ങാൻ തന്നെ സ്വല്പം വൈകിപ്പോയി. ഞാൻ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് വിപുലമായി പറയാതെ തന്നെ എനിക്ക് ഈ അവസരം തന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇതിലേറെ എനിക്ക് പറയാനുണ്ട്. ഒരുപാട് ഇതിന്റെ TCGനെ കുറിച്ചിട്ടും ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടും ശാക്തീകരണത്തിനെ കുറിച്ചിട്ടും ഓരോ സബ്ജക്റ്റും തലമുടി നാരിഴ കീറി വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. ഞാനതൊരു മറ്റൊരു വേദിയിൽ പറയാൻ എനിക്ക് കഴിയും എന്നൊരു അവസരം എനിക്ക് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ എനിക്ക് ഈ അവസരം തന്ന എല്ലാ ലീഡേഴ്സിനോടും TCGയോടും ജഗദീശ്വരനോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി. ജയ് RCM. Thank you,